ന്യൂയോർക്കിൻ്റെ പുതിയ മേയറായി അവരോധിതനാകുന്ന സൊഹ്റാൻ മംദാനിക്ക് ഹമാസ് ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഹമാസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന CIAR സംഘടന അന്വേഷണ പരിധിയിലാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. CIAR സംഘടന ഇപ്പോൾ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകാനുള്ള സാധ്യതയുണ്ട്. ഹമാസ് ബന്ധം സംശയിക്കുന്ന സംഘടനയിൽ നിന്ന് $120,000 ഇദ്ദേഹത്തിൻ്റെ പാർട്ടി കൈപ്പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. $30 ലക്ഷം ആണ് ഇദ്ദേഹത്തിന് മൊത്തത്തിൽ സംഭാവനയായി ലഭിച്ചത്. യൂണിറ്റി ആൻഡ് ജസ്റ്റിസ് മംദാനി അനുകൂല പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി ആയിട്ടുള്ള ലോവർ കോസ്റ്ററിന് $120,000 ആണ് ഹമാസ് അനുകൂല സംഘടനയായിട്ടുള്ള CIAR കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ പ്രതിഷേധം അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കയിൽ എല്ലാ ഭാഗത്തു നിന്നും സൊഹ്റാൻ മംദാനിക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ന്യൂയോർക്ക് മേയറായതിൻ്റെ സന്തോഷത്തിലാണ് സൊഹ്റാൻ മംദാനിയും എന്തിനു പറയുന്നു വേറെ പല രാജ്യങ്ങളിലെ ഇസ്ലാമിസ്റ്റുകളും. ഒരു റാഡിക്കൽ ഇസ്ലാമായിട്ടുള്ള സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ വലിയ ചോദ്യങ്ങളാണ് അവിടെ ഉയർന്നു വരുന്നത്. പ്രധാനമായിട്ടും മംദാനി ഇലക്ഷനിൽ ജയിച്ചതിന് ശേഷം മംദാനി വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ മംദാനിയുടെ സകല ഉഡായിപ്പുകളും, അതായത് കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസിൽ നിന്ന് പോലും മംദാനിക്ക് ലഭിച്ച സാമ്പത്തിക സഹായത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് മംദാനിയുടെ സ്വന്തം സുഹൃത്തും ഫലസ്തീൻ ആക്ടിവിസ്റ്റുമായിട്ടുള്ള പോരാത്തതിന് ഉപദേഷ്ടാവുമായിട്ടുള്ള ഇവർ പറയുന്നുണ്ട്. ലിൻഡ സാർസോർ എന്ന് പറയുന്ന വ്യക്തിയും ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ മംദാനി മൊത്തത്തിൽ ഒരു പ്രതിരോധത്തിൽ വരുന്നൊരു സാഹചര്യമാണ് അമേരിക്കയിലുള്ളത്. പോരാത്തതിന് മുൻനിര മുസ്ലിം നേതാവായിട്ടുള്ള വഹാജുമായി മംദാനിക്ക് വലിയ ബന്ധമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. വഹാജ് എന്ന് പറയുന്നത് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ സ്വന്തം പള്ളിയിൽ പാർപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്ന ആരോപണം നേരിടുന്ന ഒരാളാണ്. അതും വെറും തീവ്രവാദികളല്ല, അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത തീവ്രവാദികളെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.